ഇറാന്റെ ആക്രമണങ്ങളെ സൗദി അറേബ്യ ശക്തമായി അപലപിച്ചു. സ്ഥിതി കൂടുതൽ വഷളായാൽ ഇറാൻ ഏറ്റവും വലിയ നഷ്ടക്കാരായി മാറുമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. വിമാനത്താവളങ്ങൾ, എണ്ണ കേന്ദ്രങ്ങൾ തുടങ്ങി സിവിലിയൻ പ്രദേശങ്ങൾ ആക്രമിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാന്റെ ആക്രമണങ്ങൾ തുടർന്നാൽ അത് സംഘർഷം കൂടുതൽ വഷളാക്കുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ഗുരുതരമായി ബാധിക്കുമെന്നും സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകി. സൗദി മണ്ണിൽ നിന്ന് യുദ്ധാവശ്യങ്ങൾക്കായി യുദ്ധവിമാനങ്ങൾ പറന്നുയരുന്നുണ്ട് എന്ന ഇറാന്റെ ആരോപണവും സൗദി അറേബ്യ നിഷേധിച്ചു. ആക്രമണം പ്രതിരോധിക്കുന്നതിനിടെ മിസൈൽ അവശിഷ്ടം വീണ് 2 പേർ മരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സൗദിയിലെ അൽ ഖർജ് പട്ടണത്തിലെ റെസിഡൻഷ്യൽ മേഖലയിലാണ് സംഭവം. മരിച്ചവർ ബംഗ്ലാദേശ് സ്വദേശികളാണ്. പരിക്കേറ്റവരിൽ ഇന്ത്യക്കാരനുമുണ്ട്. നേരത്തെ ഇന്ത്യക്കാരൻ മരിച്ചെന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഇന്ത്യൻ എംബസി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുകയായിരുന്നു. മരിച്ചവരുടെ പേരുവിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ശുചീകരണ ജോലികൾ ചെയ്യുന്ന കമ്പനിക്ക് മേലാണ് മിസൈലിന്റെ ഭാഗം വീണത്. അൽ ഖർജിലെ റഡാർ സംവിധാനം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ ഇന്ത്യൻ പൗരന് പരിക്കേൽക്കുക മാത്രമാണ് ഉണ്ടായതെന്ന് സൗദിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പരിക്കേറ്റ ഇന്ത്യൻ പൗരൻ അൽ ഖർജിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സൗദി അധികാരികളുമായി ബന്ധപ്പെട്ടതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. അതിനിടെ സൗദി അറേബ്യയിലെ അമേരിക്കൻ താവളത്തിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു അമേരിക്കൻ സൈനികൻ കൂടി മരിച്ചുവെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രയേലും ഇറാനെ ലക്ഷ്യമിട്ട് യുദ്ധം ആരംഭിച്ചതിനു ശേഷം കൊല്ലപ്പെടുന്ന 7ാമത്തെ അമേരിക്കൻ സൈനികനാണിത്. ഏതാനും ദിവസത്തെ യുദ്ധത്തിനു ശേഷം ഇറാൻ കീഴടങ്ങുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരുതിയത് വലിയ തെറ്റാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബക്കർ ഖലിബഫ് പറഞ്ഞു. ഒരു സന്ദേഹവുമില്ലാതെ പറയാം, നമ്മുടെ രാജ്യവും ജനങ്ങളും കീഴടങ്ങില്ല. പോരാടും, പ്രയത്നിക്കും, പക്ഷെ കീഴടങ്ങില്ല എന്നും മുഹമ്മദ് ബക്കർ ഖലിബഫ് പറഞ്ഞു. അതിനിടെ ടെഹ്റാനിൽ വീണ്ടും സ്ഫോടനങ്ങൾ ഉണ്ടായെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനിടെ റിയാദിലെ അമേരിക്കൻ എംബസിയിലെ അടിയന്തര ജോലികൾ ചെയ്യുന്ന ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഒഴികെ മറ്റുള്ളവർ മടങ്ങണമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. സുരക്ഷാ കാരണങ്ങളാൽ സൗദി അറേബ്യ വിടണമെന്നാണ് അമേരിക്കൻ മുന്നറിയിപ്പ്. സൗദിയിൽ ഇറാൻ ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണിത്. നേരത്തെ മിസൈൽ പ്രതിരോധ സംവിധാനാവശിഷ്ടം ഒരു കെട്ടിടത്തിൽ പതിച്ച് സൗദിയിൽ 2 പേർ മരിച്ചിരുന്നു. പിന്നാലെയാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. രാജ്യതലസ്ഥാനത്ത് നിരവധി ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ സൗദി പ്രതിരോധിച്ചിരുന്നു. എയർബേസിലും എണ്ണ സംഭരണശാലകളിലും ഇറാൻ മിസൈൽ ആക്രമണം നടത്താൻ ശ്രമിച്ചിരുന്നു. അതേസമയം ഇറാൻ ആക്രമണത്തിൽ ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിലും ഒരാൾക്ക് പരിക്കേൽക്കുന്ന സംഭവമുണ്ടായി. അല്ലി അലാമിലാണ് ഡ്രോൺ തകർന്നു വീണ ഒരു സ്ത്രീക്ക് പരിക്കേറ്റത്. സുരക്ഷാ സേന ഇറാൻ ഡ്രോണിനെ വെടിവെച്ചിട്ടപ്പോഴാണ് സംഭവമുണ്ടായത്. ബഹ്റൈനിലും ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. 32 പേർക്ക് പരിക്കേറ്റതായി ബഹ്റൈൻ സർക്കാർ അറിയിച്ചു. ഗൾഫ് മേഖലയിൽ ഇറാന്റെ ആക്രമണങ്ങൾ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ നിർണായക ചർച്ച നടത്തി. UAE മറ്റ് അയൽ രാജ്യങ്ങളെയും ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന സാഹചര്യത്തിലാണ് ഇരു നേതാക്കളും സംസാരിച്ചത്. അതേസമയം സൗദി അറേബ്യയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു അമേരിക്കൻ സൈനികൻ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തുവന്നു. ഇതോടെ മേഖലയിലെ സംഘർഷങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട ആകെ അമേരിക്കൻ സൈനികരുടെ എണ്ണം 7ആയി. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനി അമേരിക്ക ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് രാജ്യം വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചത്. അലി ഖമനിയുടെ 2ാമത്തെ മകൻ മുജ്തബ അലി ഖമനിയെയാണ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തത്. 55-കാരനായ മുജ്തബ പതിറ്റാണ്ടുകളായി ഇറാന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ അതിശക്തമായ സ്വാധീനം ചെലുത്തി വരുന്ന വ്യക്തിയാണ്. പൊതുവേദികളിലോ ഔദ്യോഗിക പദവികളിലോ അധികം പ്രത്യക്ഷപ്പെടാറില്ലെങ്കിലും പിതാവിന്റെ ഓഫീസിനെ നിയന്ത്രിക്കുന്നതിലും ഭരണകൂട തീരുമാനങ്ങളിൽ അവസാന വാക്കാകുന്നതിലും അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.